കാറ് വാഹനങ്ങൾ ഓടിക്കുന്നവരുടെയൊക്കെ ചില ഒരു കമൻറ്റ് കാണുമ്പം സ്റ്റിയറിങ് ടൈറ്റാണ്, അല്ലെങ്കിൽ സ്റ്റിയറിങ് കംഫർട്ടബിൾ അല്ല എന്നൊക്കെ പറയുകയുണ്ടാവും. അപ്പോൾ സ്റ്റിയറിങ് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റിയറിങ് കറക്റ്റ് പ്രോപ്പർ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാനൊരു സുഖമുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സ്റ്റിയറിംഗ് ബോക്സ് ആണ്. ഇത് റാക്ക് പിനിയൻ സിസ്റ്റമാണ്. പവർ സ്റ്റിയറിംഗ് വരുന്നത് സ്റ്റിയറിംഗ് കോളത്തിലാണ്. പക്ഷേ ഈ പറയുന്ന റാക്ക് പിനിയൻ സിസ്റ്റത്തിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഭൂരിഭാഗം വണ്ടികൾക്കും സ്റ്റിയറിംഗ് ടൈറ്റൊക്കെ സംഭവിക്കുന്നത്. കാരണം സസ്പെൻഷൻ സൗണ്ട് വരുന്ന സമയത്ത് സ്റ്റിയറിംഗ് അതിൻ്റെ റാക്ക് പിനിയൻ സിസ്റ്റം ഇവിടെ കൊള്ളിച്ചു കൊടുക്കും. എത്ര അടിയുണ്ട് ആ അടി കുറയ്ക്കാൻ വേണ്ടി ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ സ്റ്റിയറിംഗ് ടൈറ്റ് ആവാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് കൂടുതലും വാഹനങ്ങളിൽ സ്റ്റിയറിംഗ് ടൈറ്റായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് ബോക്സ് പണിയുന്ന സമയത്ത് ഇതിൻ്റെ റാക്കും പിനിയനും ഒക്കെ ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ ബോൾ ജോയിൻ്റും ഒക്കെ മാറുന്ന സമയത്ത് ഈ സ്റ്റിയറിംഗ് ബോക്സ് പൂർണ്ണമായിട്ടും നമ്മൾ ഇത് സെറ്റോടെ മാറാമെങ്കിൽ, നമ്മൾ വർക്ക് ചെയ്ത് വെക്കുന്നതിനേക്കാളും സെറ്റോടെ ഈ സ്റ്റിയറിംഗ് ബോക്സ് മാറാമെങ്കിൽ ആ ഒരു കംഫർട്ടബിൾ നമ്മൾക്ക് തിരിച്ചു കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വാഹനം ഇറങ്ങിയ സമയത്ത് എങ്ങനെയാണോ നമ്മുടെ സ്റ്റിയറിംഗ്, അതേപോലെ ആ സ്റ്റിയറിംഗ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം സ്റ്റിയറിംഗ് ടൈറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും തോന്നത്തില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഈ സ്റ്റിയറിംഗ് ബോക്സ് മാറാൻ വേണ്ടിയാണ്. ഇത് സ്വിഫ്റ്റ് പെട്രോൾ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് ആണ്. ഈ സ്റ്റിയറിംഗ് ബോക്സ് നമ്മൾ അസംബ്ലി ആയിട്ട് മാറും. അപ്പോൾ ആ പുതിയ അസംബ്ലി നമുക്കൊന്ന് കാണാം. ഇതാണ് സ്റ്റിയറിംഗ് ബോക്സ്, സ്വിഫ്റ്റ് പെട്രോളിൻ്റെ പുതിയ സ്റ്റിയറിംഗ് ബോക്സ് അസംബ്ലി. അപ്പോൾ നമ്മളിങ്ങനെ സെറ്റോടാണ് മാറുന്നത്. ഇത് MGP സാധനമാണ്, മാരുതിയുടെ ജെന്യുവൻ പാർട്സാണ്. അപ്പോൾ ഈ സാധനം സെറ്റോടെ മാറുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്റ്റിയറിങ്ങിൽ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ലൊരു ഫീൽ അനുഭവപ്പെടും. പുതിയ വാഹനം എങ്ങനെയാണോ ഓടിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് അനുഭവപ്പെടും. ഇനി എത്ര നമ്മൾ പണിഞ്ഞു വെച്ചാലും, പഴയ വാഹനങ്ങളുടെ സ്റ്റിയറിംഗ് ബോക്സ് എത്ര പണിഞ്ഞു വെച്ചാലും ആ ഒരു കംഫർട്ടബിൾ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ശരിക്കും ഇങ്ങനെ മാറി ചെയ്യുക എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു പഴയ വാഹനം ഇറങ്ങിയ പുതിയ സമയത്ത് ഇറങ്ങിയ അതേ ഫീൽ സ്റ്റിയറിങ്ങിൽ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇതിൻ്റെ ഒരു MRPയും കൂടെ പറഞ്ഞു പോകാം. 9,000 രൂപയാണ് ഈ അസംബ്ലിക്ക് വരുന്നത്. ഈ സ്വിഫ്റ്റ് പെട്രോളിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് അസംബ്ലി വരുന്ന 9,000 രൂപയാണ്.